ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ സംഘം ചേർന്ന് സാധനങ്ങൾ മേടിക്കുക, അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക, അതായത് ഫ്രീ ആയിട്ട് ആഹാരം തരുന്ന ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക. സാർ എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കാനുള്ള ഭക്ഷണശാല ഉണ്ടോ? സംഘം ചേർന്ന് സാധനങ്ങൾ മേടിക്കാൻ ചെയ്യും. സംഘം ചേർന്ന് സാധനങ്ങൾ മേടിക്കാൻ എനിക്ക് മനസ്സിലായില്ല അതെങ്ങനെയാണ് സാർ ഉദ്ദേശിച്ചതെന്ന്. നിങ്ങൾ ഉണ്ടാക്കിയേക്കണ ഈ ഒരു പൊല്ലാപ്പ് കൊണ്ട് മറ്റുള്ള ജനങ്ങൾ കിടന്ന് ബുദ്ധിമുട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാര്യം നിങ്ങൾക്ക് ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വരും 14,000 രൂപ ഒരു നേരം കഴിക്കുന്ന ഫുഡിന്. നിങ്ങൾക്കത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ജനങ്ങളുടെ കാശുണ്ട്. നികുതി പണം കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. നിങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ നാടിന് വേണ്ടി, ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി എന്റെ കുടുംബത്തിനെ ഉപേക്ഷിച്ചു, എന്റെ വീട് ഉപേക്ഷിച്ചു, എന്റെ ഭാര്യനെ ഉപേക്ഷിച്ചു, അവിടെ ഉപേക്ഷിച്ചു, ഇവിടെ ഉപേക്ഷിച്ചു. സത്യം പറഞ്ഞപ്പോ ആ ഭാര്യ ആശ്വസിക്കുന്നുണ്ടാവും. ഇതേപോലത്തെ ഒരു മണ്ടനായ ഒരു കെട്ടിയവനെ കൂടെ കൊണ്ടുവന്ന് നടക്കണേക്കാൾ ഭേദം ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണെന്നുള്ളത് ആ ഭാര്യയ്ക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. കാര്യം ഇതേപോലെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു തെറ്റാണ് സത്യത്തിൽ മോദി എന്ന് പറയുന്നത്. നേരത്തെ നരേന്ദ്രമോദി ഇതിലായിട്ട് BJP-യിലേക്ക് ഇത് പ്രധാനമന്ത്രിയായിട്ട് വന്നപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഞങ്ങൾക്ക് 8ന്റെ പണി തരാനാണ് ഇങ്ങനെ ഈ കസര കയറി ഇരുന്നെന്നുള്ളത് കുറച്ചായിട്ടായി ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. ഇപ്പൊ പറയണു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഭക്ഷണശാലകളിൽ പോയി ഭക്ഷണം കഴിക്കാൻ. എന്റെ അപ്പനോ അല്ലെങ്കിൽ വേറെ ആരും അവിടെ കൊണ്ടുപോയിട്ട് ഭക്ഷണശാല ഉണ്ടാക്കി വെച്ചതായിട്ട് എനിക്ക് അറിയില്ല. ഇന്നലെ ഞാൻ ഋഷികേശ് വന്നിട്ട് ഞാൻ എന്റെ ഹോട്ടലിൽ വന്നിട്ടാണ് ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചത് എന്ന് ചിന്തിക്കണം. രാവിലെ ഒരു മസാല ദോശ കഴിച്ചിട്ട് വൈകുന്നേരം രാത്രി 8 മണിക്ക് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. കാര്യം എന്താ? കാശില്ല കയ്യില്. ഉള്ള കാശ് ട്രാവലിങ്ങിന് മാത്രം, ബസ് ഫെയർ മറ്റുള്ള കാര്യങ്ങൾക്ക് മാത്രമുള്ള കാശ് മാത്രമേ എന്റെ അടുത്തുള്ളൂ. ബാക്കി കാശ് ഒന്നും തന്നെ ഇല്ല. ഇവിടെയൊക്കെ നല്ല റേറ്റ് ആണ്, ഫുഡിനൊക്കെ നല്ല റേറ്റ് ആണ്, റൂമിന് നല്ല റേറ്റ് ആണ്. ഞാൻ താമസിക്കുന്ന റൂമിന് 1000 രൂപ അടുത്ത് വരും റൂം റെന്റ്. 2000-ന്റെ നോട്ടൊന്നും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അത് കൂട്ടി. അതായത് റൂമിന്റെ വാടക കൊടുത്താൽ തന്നെ കാശ് തീർന്നു എന്ന് വെച്ച് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് യാത്ര ഒഴിവാക്കാൻ പാടില്ലെന്ന്. ഇത് ഞങ്ങളുടെ പണിയാണ്, ഇത് ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങൾക്ക് പോകാതിരിക്കാൻ വയ്യ. ഒരു വക വേഷം കെട്ട് ഇറക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഓരോ നിർദ്ദേശങ്ങൾ തനിക്ക് നാണുണ്ടോ? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. സംഘീട് വന്നിട്ട് ഇതിന്റെ അടിയിൽ വന്നിട്ട് ആർക്കെങ്കിലും കമന്റ് ഉണ്ടാക്കണമെങ്കിൽ വന്ന് ഉണ്ടാക്കിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. എങ്കിൽ പോലും ഞാൻ ചോദിക്കാം, നിങ്ങൾ ഈ BJP-ക്കാർക്ക് വല്ല നാണുണ്ടോ? കുറച്ച് റെസ്പെക്റ്റൊക്കെ ഉണ്ടായിരുന്നു BJP-നോട്, ഇപ്പൊ അതുപോലും ഇല്ല, ഒട്ടും തന്നെ ഇല്ല, വെറുത്തുപോയി. വെറും 2000 രൂപയാണ് ഒരു ദിവസം ഒരു ATM-ൽ നിന്ന് വലിക്കാൻ പറ്റുന്നത്. ആ 2000 രൂപ എന്തൊക്കെ ചെയ്യും? സാധാരണ ഒരു കുടുംബം നയിക്കണമെങ്കിൽ തന്നെ ഒരു ദിവസത്തെ ചെലവൊന്ന് ചിന്തിച്ചു നോക്ക്. ഏതെങ്കിലും കട കൊണ്ട് 2000 നോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ തന്നെ ചെന്ന് എനിക്കുണ്ടായ സംഭവമാണ്. ഞാൻ മംഗലാപുരത്ത് വെച്ചിട്ട് ഞാൻ 2000 നോട്ട് അയാൾക്ക് കൊടുത്തപ്പോൾ അയാൾ എന്നോട് പറഞ്ഞാണ്, മോക്ക് വിശക്കുന്നുണ്ടെങ്കിൽ മോള് ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോ, പക്ഷെ 2000 രൂപയ്ക്ക് എനിക്ക് ചേഞ്ച് തരാനില്ല എന്ന്. ആ ഒരു സാഹചര്യം വരെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മോദിക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. മോദിക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും, എന്ത് സാധനം വേണമെങ്കിലും, അല്ലെങ്കിൽ എന്ത് കാര്യം വേണമെങ്കിലും പുള്ളിക്കാരന് നടക്കും, അതിന്റെ ആവശ്യമില്ല. ATM കാർഡ് ചുമ്മാ കൈ കൊണ്ടുകൊണ്ട് നടക്കാന്നേ ഉള്ളൂ. സാധാരണ സാധനങ്ങൾ എന്തെങ്കിലും ഇച്ചിരി വില കുറഞ്ഞ സാധനങ്ങൾ മേടിക്കാന്ന് വെച്ചാൽ നടക്കില്ല. അല്ലെങ്കിൽ നല്ല വലിയ ഷോപ്പിൽ കയറണം, എന്നാലും അവിടെ ക്രെഡിറ്റ് കാർഡ് എടുക്കുള്ളൂ. അല്ലാതെ സാധാരണ സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കണല്ലേ, അല്ലെങ്കിൽ ഇത് പച്ചക്കറി മേടിക്കണ കയ്യിൽ നോട്ട് തന്നെ വേണം. അത് 2000-ന്റെ നോട്ട് പറ്റില്ല, 100-ന്റെ അല്ലെങ്കിൽ 10-ന്റെ അല്ലെങ്കിൽ 50-ന്റെ നോട്ട് തന്നെ വേണം. ഇതെല്ലാം ഞങ്ങള് കടന്ന് ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ ഇവിടെ പല ആൾക്കാർ പോലും, BJP-ക്കാര് പോലും ഇപ്പൊ തന്നെ എന്താ മോദിയുടെ തൊണ്ടയ്ക്ക് വിളിക്കാന്ന് തന്നെ പറയാം. ഇത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇടാണ്ട് എങ്ങൂല്ലാത്ത ഓരോ കോത്താഴത്തെ വർത്താനം ഇപ്പൊ പറയണത്. ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്നിടത്ത് പോവാ, കല്യാണത്തിന് ചായയോളം പറയാനായിട്ട്. ഞങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ആവേണ്ട കാര്യമില്ല മോദി. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് എങ്ങനെ ചെലവാക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ നിലയിലുള്ള പല MP-മാരുടെയൊക്കെ മക്കളുടെ കല്യാണം 500 കോടിയും 90 കോടി രൂപയുടെ ഓർണമെന്റ്സ് ഇട്ട് കല്യാണം നടത്തുമ്പോൾ ഞങ്ങൾ സാധാരണക്കാരിന്റെ ചായ കൊടുക്കണോ എന്നവർക്ക്? ഇത് എവിടത്തിനായാണ്? അല്ല, അറിയാൻ മേലത്തെ ഞാൻ ചോദിക്കുവാണ്. ഇത്രയും ഡയലോഗ്സും ഇത്തരം കാര്യങ്ങളൊക്കെ മര്യാദക്ക് ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടത്തരം വിളമ്പരുത്. ഉള്ള റെസ്പെക്റ്റും കൂടി ഇല്ലാണ്ടാകും. BJP-ക്കാര് തന്നെ നിങ്ങളെ തെറി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. അതിന്റെ ഒരു ഇതാണ്, ഞങ്ങളെ പിണറായി സഖാവ് ഒരു സമരം നടത്തിയപ്പോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് പല BJP-ക്കാരും വന്നത്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഞാൻ ഈ പറയുന്നത് ഞങ്ങൾ സാധാരണക്കാർ ജനങ്ങൾ പറയുന്ന വാക്കുകളാണ്. ദയവ് ചെയ്തതോ ചെയ്ത് ഇങ്ങനെ പൊട്ടത്തരം വിളമ്പരുത്.
ഞങ്ങൾക്ക് ഇതൊക്കെ സഹിക്കാൻ പറ്റാനുള്ള അൺസൈക്കബിൾ ആയി തുടങ്ങി, അൺസൈക്കബിൾ.